പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, വചനവിസ്മയം 22ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ ഭാഗമായി നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തെക്കുറിച്ച് നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നാം ധ്യാനിക്കേണ്ട ഒരു പ്രധാന തിരുവചന ഭാഗമാണിത്. ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തോടെ മനുഷ്യ ചരിത്രത്തിലുള്ള ദൈവിക ഇടപെടലിൻ്റെ പുതുയുഗം ആരംഭിക്കുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ അബ്രഹാത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ടാണ്. 1:1 യേശു അബ്രഹാത്തിൻ്റെ പുത്രനും ദാവീദിൻ്റെ പുത്രനുമായ ക്രിസ്തുവാണെന്ന് എടുത്തു പറയുന്നു. അതായത് രക്ഷകനായ യേശു ദൈവത്തിൻ്റെ അഭിഷിക്തനും യഹൂദർ പ്രതീക്ഷിച്ചിരുന്ന മിശിഹായുമാണ്. അതേസമയം അവിടുന്ന് ദൈവത്തിൻ്റെ ഉടമ്പടി വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണവുമാണ്. യേശു അബ്രഹാത്തിൻ്റെ പുത്രനാകുന്നത് ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിൻ്റെ പേര് മഹത്തമമാക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ഉൽപ്പത്തി 12:3. ഈ വാഗ്ദാനം സാർവത്രിക രക്ഷയെ സംബന്ധിക്കുന്ന വാഗ്ദാനമാണ്. ഉൽപ്പത്തി 17, 16, 19 എന്നീ വാക്യങ്ങളിൽ സാറായിൽ നിന്ന് ഒരു പുത്രനെ നൽകുമെന്നും അവനുമായും അവൻ്റെ സന്തതികളുമായും കർത്താവ് ശാശ്വതമായ ഒരു ഉടമ്പടി സ്ഥാപിക്കുമെന്നും പറയുന്നു. ഈ പുത്രൻ വഴിയാണ് ദൈവം ചെയ്ത വാഗ്ദാനങ്ങൾ നിറവേറപ്പെടുന്നത്. അവിടുന്ന് അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയിലൂടെ അടിസ്ഥാനമിടുകയും സീനായ് ഉടമ്പടിയിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്ത ഉടമ്പടി നവീകരിച്ചുകൊണ്ട് ദാവീദിനോട് ശാശ്വതമായ ഒരു ഉടമ്പടി ചെയ്തു. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ഒരു സ്ഥലം നിശ്ചയിക്കും, സ്വന്തം സ്ഥലത്ത് അവർ സ്വൈരമായി വാസമുറപ്പിക്കും, നിന്റെ ശത്രുക്കളെ ഞാൻ കീഴ്പ്പെടുത്തും, കൂടാതെ ഞാൻ നിനക്കൊരു ഭവനം പണിയും. നീ ആയുസ് പൂർത്തിയാക്കി പിതാക്കന്മാരോട് ചേരുമ്പോൾ നിന്റെ പിൻഗാമിയായി നിന്റെ മക്കളിൽ ഒരുവനെ തന്നെ ഞാൻ ഉയർത്തുകയും അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കുകയും ചെയ്യും. അവൻ എനിക്ക് ആലയം പണിയും, അവൻ്റെ സിംഹാസനം ഞാൻ എന്നേക്കും നിലനിർത്തും. 1 ദിനവൃത്താന്തം 17:9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. എന്താണ് ദാവീദിനോട് ചെയ്ത ഈ ഉടമ്പടിയുടെ അന്തരാർത്ഥം? ഇവിടെ പറയുന്ന 2 ആലയങ്ങൾ, അതായത് ഞാൻ നിനക്കൊരാലയം പണിയും, നിന്റെ മക്കളിലൊരുവൻ എനിക്കാലയം പണിയും എന്ന് ഈ വചനഭാഗത്ത് പറയുന്നതിൻ്റെ അർത്ഥമെന്താണ്? ദൈവപിതാവ് ദാവീദിനും ഉടമ്പടി ജനമായ നമുക്കും വേണ്ടി പണിത ആലയം യേശുവാണ്. ഞാൻ നിനക്കൊരാലയം പണിയും എന്ന് പറഞ്ഞേക്കുന്നത് യേശുവാകുന്ന ആലയത്തെക്കുറിച്ചാണ്. യേശുവാകുന്ന ഈ ആലയത്തെക്കുറിച്ചാണ് യോഹന്നാൻ 2:19 പറയുന്നത്. വെളിപാട് 21:22 നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല, എന്തുകൊണ്ടെന്നാൽ സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ദേവാലയം എന്ന് പറഞ്ഞിരിക്കുന്നതും യേശുവാകുന്ന ആലയത്തെക്കുറിച്ചാണ്. നിന്റെ മക്കളിലൊരുവനെ ഞാൻ ഉയർത്തും, അവൻ എനിക്ക് ആലയം പണിയും എന്ന് പറഞ്ഞത് അബ്രഹാത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തു സ്വരക്തം വിലയായി നൽകി ദൈവപിതാവിനു വേണ്ടി പണിത ഭവനമായ തിരുസഭയും സഭാഗാത്രത്തിലെ അവയവങ്ങളായ നാം ഓരോരുത്തരുടെയും ഹൃദയങ്ങളുമാണ്. ചുരുക്കത്തിൽ അബ്രഹാത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ മത്തായി സുവിശേഷം ആരംഭിക്കുന്നതിൽ നിന്ന് ദൈവ മനുഷ്യ ഉടമ്പടി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം യേശു ക്രിസ്തുവിലൂടെ
നമ്മോട് ബന്ധപ്പെടുന്നതെന്ന് വ്യക്തമാകുന്നു. ദൈവത്തിൻ്റെ രക്ഷാകര വാഗ്ദാനങ്ങളുടെ പിന്നിൽ അഥവാ ഉടമ്പടി വാഗ്ദാനങ്ങളുടെ പിന്നിൽ അവിടുത്തെ കാരുണ്യമാണ് നമുക്ക് ദർശിക്കാനാവുക. പ്രത്യേകിച്ച് ദൈവമനുഷ്യ ഉടമ്പടിയിലൂടെ പ്രകടമാകുന്ന ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹം. ഉടമ്പടി വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് വെളിപ്പെടുന്നത്. മനുഷ്യൻ എത്ര അവിശ്വസ്തനായാലും വിശ്വസ്തനായി തന്നെ നിലകൊള്ളുന്ന, വാക്കുമാറാത്ത, വ്യവസ്ഥകളില്ലാതെ അളവുകളില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് രക്ഷാകര ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനുഷ്യർ പാപം ചെയ്ത് എത്രമാത്രം ദൈവത്തിൽ നിന്നകന്നാലും കരുണാർദ്ര സ്നേഹത്തോടെ അവരെ വീണ്ടെടുത്ത് തന്നോട് ചേർത്ത് നിർത്തി രക്ഷ കൊണ്ടവരെ പൊതിയാനും ദൈവരാജ്യത്തിൻ്റെ അവകാശികളാക്കി മാറ്റാനും പരിശ്രമിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇതുവഴി നമുക്ക് രക്ഷാകര ചരിത്രത്തിൽ കാണാൻ കഴിയുക. ഈ ദൈവത്തോട് വിശ്വാസപൂർവം പ്രത്യുത്തരിക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു. ഈ തിരിച്ചറിവിൽ നിന്നുളവാകുന്ന ദൈവസ്നേഹം മനുഷ്യ ചരിത്രത്തെ രക്ഷാചരിത്രമാക്കി മാറ്റാനുള്ള ദൈവിക പദ്ധതിയോട് സർവാത്മന സഹകരിക്കാനും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ അതിൽ ഉൾച്ചേരാനും നമ്മെ നിർബന്ധിക്കുന്നു. പഴയ നിയമത്തിൽ കാണുന്ന ദൈവിക വാഗ്ദാനങ്ങളും പ്രതീക്ഷകളുമെല്ലാം യേശുവിൽ നിറവേറി. അതുവഴി യുഗങ്ങളുടെ പ്രതീക്ഷകളെല്ലാം പൂവണിയുകയാണ്. ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവൻ അതിൻ്റെ പാരമ്യത്തിലെത്തിക്കുന്ന മിശിഹായാണ് യേശു. ഇസ്രായേലിൻ്റെ ചരിത്രം അബ്രഹാത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു മിശിഹായിലാണ് ലക്ഷ്യം നേടുന്നതും പൂർണ്ണത പ്രാപിക്കുന്നതും. തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗവും ആ ചരിത്രത്തിൻ്റെ ലക്ഷ്യവും പൂർത്തീകരണവുമാണ് യേശു എന്ന് കാണിക്കാനാണ് ഈ വംശാവലി സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ വിശുദ്ധ മത്തായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവയുടെ ദൈവശാസ്ത്രപരമായ അർത്ഥവും അത് നമ്മുടെ ജീവിതത്തിന് നൽകുന്ന സന്ദേശവുമാണ് നാം സ്വീകരിക്കേണ്ടത്. ലൂക്കായുടെ സുവിശേഷത്തിൽ വിശുദ്ധ മത്തായിയുടേതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വംശാവലിയാണ് നൽകിയിട്ടുള്ളത്. കാരണം ലൂക്കായുടെ ദൈവശാസ്ത്ര വീക്ഷണം വിശുദ്ധ മത്തായിയുടേതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് രണ്ട് സുവിശേഷങ്ങളിലെയും വംശാവലി വിവരണത്തിലും തലമുറകളുടെ എണ്ണത്തിലും വ്യത്യസ്തമായ വിവരണങ്ങൾ കാണുന്നത്. വിശുദ്ധ ലൂക്ക യേശുവിൻ്റെ വംശാവലി ജോസഫിൽ തുടങ്ങി പുറകോട്ട് പോയി ആദാമിൽ നിന്ന് ദൈവത്തിലും ചെന്ന് അവസാനിപ്പിക്കുകയാണ്. ഇതുവഴി യേശു ഇസ്രായേലിൻ്റെ മാത്രമല്ല സകല മനുഷ്യരുടെയും അഥവാ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ രക്ഷകനാണെന്ന് വ്യക്തമാക്കുകയാണ്. മനുഷ്യരുടെ വിശ്വാസ വഞ്ചനയും പരാജയങ്ങളും പരിഗണിക്കാതെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഇസ്രായേലിൻ്റെ ചരിത്രഗതിയെ അപ്രതീക്ഷിതമായ മാർഗങ്ങളിലൂടെ നയിച്ച് ലക്ഷ്യത്തിലെത്തിച്ചു. മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകളെയെല്ലാം അതിലംഘിച്ചുകൊണ്ടാണ് ഈ ദൈവിക പദ്ധതി യേശുവിൽ പൂർത്തീകരിച്ചത്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തത പുലർത്തുന്ന ദൈവം അബ്രഹാത്തിന് നൽകിയ സാർവത്രിക രക്ഷയെക്കുറിച്ചുള്ള വാഗ്ദാനം, അതായത് ഉൽപ്പത്തി 12:3 പറഞ്ഞത് യേശു ക്രിസ്തുവിൽ നിറവേറി എന്ന് പറയാൻ 4 വിജാതീയ സ്ത്രീകളെ വംശാവലിയിൽ ചേർത്തിരിക്കുന്നു. താമാർ, അതായത് യൂദായുടെ മരുമകൾ, ഉൽപ്പത്തി 38:1 മുതലുള്ള വാക്യങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്ന യൂദായുടെ മരുമകൾ. റാഹാബ്, ജോഷുവ 2:1 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്ന റാഹാബ്. മോവാബ്യയായ രൂത്തിൻ്റെ പുസ്തകം 1:2 ഊറിയായുടെ ഭാര്യയും സോളമൻ്റെ മാതാവുമായ ബത്ശേബ 2 സാമുവേൽ 11:27 പറയുന്നു. മറിയത്തോടൊപ്പം ഈ 4 സ്ത്രീകൾ, അതും
അവിഹിത ബന്ധങ്ങളിലൂടെ മാതൃത്വം സ്വീകരിച്ച സ്ത്രീകൾ രക്ഷാ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു. എന്നാൽ സാറ, റബേക്ക, റാഹേൽ എന്നിവരെക്കുറിച്ച് പറയുന്നില്ല. സാധാരണ യഹൂദ വംശാവലിയിൽ സ്ത്രീകളുടെ പേരുകൾ ചേർക്കാറില്ല. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ വംശാവലി ഗ്രന്ഥത്തിൽ എന്തിന് ഈ 4 സ്ത്രീകളുടെ പേര് ചേർത്തു? ഒന്നാമതായി, യേശു ക്രിസ്തുവിലൂടെ ഒന്നിപ്പിക്കുന്ന ഭാവി സഭയിൽ പാപികളെയും വിജാതീയരെയും അവഗണിക്കപ്പെട്ടവരെയും എല്ലാം ഉൾപ്പെടുത്താൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായി ഇതിനെ നമുക്ക് കാണാവുന്നതാണ്. രണ്ടാമതായി, സ്വാഭാവികമായ മാനുഷിക ബന്ധങ്ങളോ കുലമഹിമയോ അല്ല, ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലാണ് യേശുവിൻ്റെ ജനനത്തിന് വഴിയൊരുക്കിയതെന്ന് വ്യക്തമാക്കുന്നു. അതുവഴി യേശുവിൻ്റെ ജനനത്തിലെ അതിസ്വാഭാവികതയും മാനുഷികമായ തലത്തിലുള്ള ക്രമവിരുദ്ധതയും വ്യക്തമാക്കുകയാണ്. മൂന്നാമതായി, മനുഷ്യൻ്റെ അവിശ്വസ്തതയ്ക്കോ പാപാവസ്ഥയ്ക്കോ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് തടസ്സം സൃഷ്ടിക്കാനാവില്ലെന്നും തികച്ചും അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ അവിടുന്ന് തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും സുവിശേഷകൻ ഊന്നിപ്പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ ഈ വംശാവലി തീർത്തും വിരസമായ ഒരു ഭാഗമായി കരുതി അവഗണിച്ചു കളയുന്ന ഒരു പതിവ് നമുക്കുണ്ട്. എന്നാൽ സുവിശേഷത്തിൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണിത് എന്ന് നമുക്കിവിടെ വ്യക്തമാകുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ ചരിത്രത്തിൽ ആഴത്തിൽ വേരൂന്നിയ വ്യക്തിയാണ് യേശു. ആ ചരിത്രത്തിൻ്റെ ലക്ഷ്യവും പൂർത്തീകരണവുമെല്ലാം യേശു തന്നെയാണെന്ന് വംശാവലിയിലൂടെ വിശുദ്ധ മത്തായി സ്ഥാപിക്കുന്നു. മനുഷ്യാവതാര രഹസ്യം നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്ന ഈ സന്ദേശം ഉൾക്കൊണ്ട് നിരന്തരം ധ്യാനിച്ച് യേശുവിനെ അടുത്തറിയാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.